ഇവിടെ ഇപ്പൊ ഇമ്മ്യൂണിറ്റി കുറയുന്നതാണ് എല്ലാത്തിന്റെയും റീസൺ. അപ്പം നമ്മുടെ ഇപ്പൊ ഗർഭിണികളിലാണെങ്കിലും കുട്ടികളിലാണെങ്കിലും ഒക്കെ ഇത് കൂട്ടാനായിട്ട് നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ ഇപ്പം ഈ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ടെൻസ്ഡ് ആണ്. അപ്പൊ ഒരു വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇമ്മ്യൂണിറ്റി കൂട്ടാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആക്ച്വലി നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തമേ നമ്മുടെ ശരീരത്തിൻ്റെ ശുചിത്വം, വ്യക്തി ശുചിത്വം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് പരിസര ശുചിത്വം, പിന്നെ ആഹാരത്തിലുള്ള നമ്മൾ കൃത്യമായിട്ടുള്ള ചിട്ടകൾ പാലിക്കുക. അപ്പോൾ ആഹാരത്തിൽ നമ്മൾ ശരിക്കും ഗർഭിണികളും കുട്ടികളും എന്ന് പറയുമ്പോഴത്തേക്കും ഗർഭിണികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട നല്ല പോഷക മൂല്യമുള്ള ഭക്ഷണം തന്നെയാണ് കഴിക്കേണ്ടത്. ചോറ് റൈസ് നമ്മൾ എല്ലാവരും എന്തായാലും കഴിക്കും. അതിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ പോഷകാഹാരങ്ങളെന്ന് ഉദ്ദേശിക്കുന്ന ഇലക്കറികൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ഇതെല്ലാം ഇതിനകത്ത് പ്രോട്ടീനുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കണം. ഇതെല്ലാം ചേർത്ത് വേണം കഴിക്കണം. അതിപ്പോൾ നമ്മൾ 3 നേരം കഴിക്കുന്ന ഭക്ഷണം അങ്ങനെ വയറ് നിറച്ച് കഴിക്കണം എന്നല്ല. നമുക്ക് ഗർഭിണിയോട് പറയുന്നത് എപ്പോഴും എന്താണ്, ചെറിയ ചെറിയ ഷോർട്ട് ഫീഡ്സ് ഇടയ്ക്കിടയ്ക്കുള്ള ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസിൽ കഴിക്കാമെന്നാണ്. അപ്പോൾ 6 നേരം വേണമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കഴിക്കാം. അപ്പോൾ കഴിക്കുന്ന സാധനം ഇടയ്ക്ക് വെച്ചൊരു സലാഡ് കഴിക്കാം. പക്ഷേ നല്ല വൃത്തിയായിട്ട് കഴിക്കുക. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആയിരിക്കണം നല്ല വൃത്തി. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ശുചിത്വത്തിൽ മെയിനായിട്ട് ഫ്രൂട്ട്സ് മേടിച്ചാലും വെജിറ്റബിൾസ് മേടിച്ചാൽ നല്ല വൃത്തിയായിട്ട് നല്ലവണ്ണം വെള്ളത്തിലിട്ട് കുറച്ച് നേരം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. വേണമെങ്കിൽ ഇച്ചിരി സമയം ഇച്ചിരി ലേശം ഉപ്പിട്ടിട്ട് കുറച്ച് നേരം കഴുകി എടുക്കാം. അപ്പോൾ അങ്ങനെ ചിലർ ചെയ്യാറുണ്ട്. കുറച്ച് സമയം നല്ല വൃത്തിയായിട്ട് വാഷ് ചെയ്തിട്ട് റണ്ണിങ് വാട്ടറിൽ കഴുകി എടുക്കണം. വെള്ളത്തിൽ മുക്കിയിട്ടെന്നാൽ മാത്രം പോരാ, റണ്ണിങ് വാട്ടറിൽ കഴുകിയെടുക്കണം. കൈ കഴുകുന്ന ഞാൻ പറഞ്ഞ ഹാൻഡ് ഹൈജീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ചെയ്താലും ആഹാരവും വെള്ളവും എന്ത് സാധനം കൈ കൊണ്ട് എടുക്കുന്നതിന് മുന്നേ, കുഞ്ഞിന് കൊടുക്കുന്നതിന് മുമ്പേ, ആർക്ക് കൊടുക്കുന്നതിന് മുന്നേ, പിന്നെ കുട്ടികളൊക്കെ നമ്മൾ അവരെ എന്താ പറയുക ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോയി വാഷ് ചെയ്യണവരാണ്, നമ്മളായിരിക്കും ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ കൈ ഏറ്റവും കൂടുതൽ നല്ല ഭംഗിയായിട്ട് ഹാൻഡ് ഹൈജീൻ വളരെ ശ്രദ്ധയോടുകൂടി സോപ്പിട്ട് വൃത്തിയായിട്ട് ഈ പറഞ്ഞ നല്ല രീതിയിൽ കൈ നല്ലോണം വാഷ് ചെയ്തെങ്കിൽ മാത്രമേ ആ ശുചിത്വം ഉണ്ടാവുകയുള്ളൂ. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക പോഷക മൂല്യമുള്ള ഭക്ഷണം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ട്. അത് തന്നെ കൃത്യമായിട്ട് ഉപയോഗിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാവിൻ്റെ രുചി മാത്രം നോക്കി ചോറ് ചാറ് അങ്ങനെ പോകാതെ ഈ ചോറിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഫുഡ് പ്ലേറ്റ് പറഞ്ഞ ഭക്ഷണ തളികയിൽ നമ്മൾ പറയുന്നത് ചോറിൻ്റെ കൂടെ നല്ലോണം വെജിറ്റബിൾസ്, പയറുവർഗ്ഗങ്ങൾ, മീൻ, മുട്ട ഇതെല്ലാം കഴിക്കണം. അങ്ങനെ എല്ലാം ഒരുപാട് അളവിൽ നിന്നല്ല, കുറച്ച് ഇത് ചേർന്നാൽ ഒരു ബാലൻസ്ഡ് ഡയറ്റിലേക്ക് സ്ത്രീ ഗർഭിണികൾ, അമ്മമാരും കുഞ്ഞുങ്ങളും വയസ്സുള്ളവരും. അപ്പം വയസ്സുള്ളവർക്ക് ഒരുപാട് വലിയ കട്ടിയുള്ള ആഹാരമൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെയും ബാലൻസ്ഡ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. എന്നാൽ മാത്രമേ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുകയുള്ളൂ. പരിസര ശുചിത്വത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതായി നമ്മൾ പറഞ്ഞല്ലോ. കൊതുക് കൂത്താടികളൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. പിന്നെ മാലിന്യം വലിച്ചെറിയാതെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും നമ്മുടെ സംസ്ഥാനം നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രിയാണ്. ഈ നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് പലരും ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കാണുന്ന ത്രെട്ട് നമ്മൾ കണ്ടു, ഡോഗ്സ് ഇഷ്ടംപോലെ സ്ട്രീറ്റിലുണ്ട്.